നമസ്കാരം. ഇന്ന് കർക്കിടകം 24, രാമായണ പാരായണം 24-ാം ദിവസം. ഓം നമോ ശ്രീരാമചന്ദ്രായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആരെയും പോരിന്നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെ ഉള്ളോർകൾ പോന്നിടുക, നമ്മുടെ തേരും വരുത്തുക എന്നാൻ അവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാദികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ, ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടെ കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാർ. അന്നേരം മക്കളും മന്ത്രികൾ, തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു. രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്തസഞ്ജയാ. മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബാലാർക്കകാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ചാപബാണങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ട അതികായൻ വരുന്നതു രാവണൻ തൻ മകൻ. പൊന്നണി ജ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനാം മഹോദരൻ മന്നവാ. വാജിമേലേറി പരിഖം തിരിപ്പവനാജി ശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ. രാവണൻ തന്മകൻ മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വരുന്നതു മന്നവാ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഖായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനു അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളുന്നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടു ശക്തിയില്ലായികയും ഇല്ലിതിനേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ
വാനരവൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരഭയം തരികന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാർ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോടു പോരിനു മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്തിതന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും. നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂഡപ്രിയനാകയും ഉണ്ടവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ അയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടൊരു നേരത്തു വാനരനായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാൻ. ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞിതു രക്ഷോവരനോടു മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കവികുലത്താലടോ. നിന്നെ അടിച്ചുകൊള്ളുവാൻ വന്നു നിൽക്കുന്നൊരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മ എന്തായതെനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിലിത്തിരി നേരമിന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും. നീലൻ അന്നേരം കുതിച്ചുകൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ 10 ചാടി ക്രമേണ നൃത്തം തുടങ്ങിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെയ്തുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താൻ. അതുനേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം. വില്ലുമുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തോരു വേൽ സൗമിത്രി തന്നെ മാറിലാമാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞിതു. രാഘവൻ തന്നെ ഗൗരവമോർത്തതിലാഘവം പൂണ്ടിതു. രാവണവീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടി അണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാദരാൽ ചിൽപുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലാം മാറു പുക്കുമയദത്തമാം ശക്തിയും ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൻ.
ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ, പങ്കിമുഖനോടു യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക, കുണ്ഠതയെന്നിയേ കൊൽക. ദശാസ്യനെ മാരുതി ചൊന്നതു കേട്ടു രഘൂത്തമനാരുഹ്യ തൽകണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ, നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോം, ഇന്നതിനാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ. എന്നുടെ മുമ്പിൽ അരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശവക്രനും ഘോരമായി വന്നിതു പോരും. അന്നേരത്തു വാരാനിധിയു വിളകിമറിയുന്നു, മാരുതി തന്നെയും എയ്തു മുറിച്ചിതു ശൂരനായോരു നിശാചരനായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ആലസ്യമായിതു ബാണമേറ്റന്നേരം പൗലസ്ത്യ ചാപവും വീണിതു ഭൂതലേ. നക്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരൂഢതാപേന നിന്നു ദശാസ്യനും രാമനും തന്നോടരുൾ ചെയ്താൻ, ആമയം പാരം നിനക്കുണ്ടു മാനസേ, പോയാലും ഇന്നു ഭയപ്പെടായികേതുമേ, നീനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും. ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ.